അപ്പം എനിക്ക് ഫസ്റ്റ് ഞാൻ ഇതിനെക്കുറിച്ച് എനിക്കൊരു ബോധ്യം കർത്താവിൽ നിന്ന് വന്നത് എനിക്കൊരു 22 വയസ്സായ ആ സമയത്താണെന്ന് തോന്നുന്നു. എക്സാക്ട്ലി ഞാൻ ഓർക്കുന്നില്ല. ആ ഒരു എൻജിനീയറിംഗ് ഒക്കെ പഠിച്ചിട്ട് ജോലി അന്വേഷിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്താണ് എനിക്ക് ഒരു ബോധ്യം കിട്ടുന്നത്. ഒരു ദിവസം ഞാനിങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ വഴിയിലൂടെ നടന്നു വരുമ്പോൾ ഞാൻ കർത്താവിൻ്റെ സ്വരം എൻ്റെ ഹൃദയത്തിൽ കേൾക്കുവാണ്. അപ്പം ഞാൻ എക്സാക്ട് വേർഡ്സ് അങ്ങ് ഓർക്കുന്നില്ല, പക്ഷെ കർത്താവ് എന്നെ ഓൾമോസ്റ്റ് ഒരു ശകാരിക്കുന്നത് പോലെ ആണ് ഞാൻ കേൾക്കുന്നത് കേട്ടോ. ഓൾമോസ്റ്റ് എന്നെ ലിറ്ററലി വഴക്ക് പറയുന്നത് പോലെ. അപ്പം കർത്താവ് എന്നോട് പറയുവാണ്, അതിനു മുമ്പ് ഞാൻ പറയാം, എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയാം. അപ്പം ഞാൻ വളർന്നു വന്ന സാഹചര്യത്തിലും സൗന്ദര്യത്തിന് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരായിരുന്നു എൻ്റെ ചുറ്റും ഉണ്ടായിരുന്നവരെല്ലാം. ഞാൻ കാണുന്ന ഒട്ടുമിക്ക ആൾക്കാരും സൗന്ദര്യത്തിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ അവരൊക്കെയും ഓരോ വ്യക്തികളെ കാണുമ്പോൾ അവർ നല്ലതാണ്, ഇവർ നല്ലതാണ്, അല്ലെങ്കിൽ ഈ ഫീച്ചർ നല്ലതാണ്, മുടി നല്ലതാണ്, അല്ലെങ്കിൽ മൂക്ക് നല്ലതാണ്, ഇങ്ങനെ എല്ലാം കമ്പയർ ചെയ്യുന്ന ഒത്തിരിയേറെ കോൺവെർസേഷൻ കേട്ടാണ് ഞാൻ കുഞ്ഞിലെ തൊട്ട് വളരുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലും ഓട്ടോമാറ്റിക്കായിട്ട് ഞാനൊരു വ്യക്തിയെ കാണുമ്പോൾ ഇയാളെ കാണാൻ നല്ലതാണോ, അല്ലെങ്കിൽ ഈ കുട്ടിയെ കാണാൻ നല്ലതാണോ, ആ കുട്ടിയെ കാണാൻ നല്ലതാണോ മോശമാണോ എന്ന ഒരു ചിന്ത എൻ്റെ മനസ്സിൽ എപ്പോഴും വരും. അപ്പോൾ ഏതൊരു വ്യക്തിയെ കാണുമ്പോഴും ഞാൻ വിചാരിക്കും, ഓക്കെ ഇന്നയാളെ കാണാൻ കൊള്ളാം, അല്ലെങ്കിൽ ഇന്നയാളെ കാണാൻ ഒരു ഭംഗിയില്ല എന്ന് ഞാൻ വിചാരിക്കും. അപ്പോൾ കർത്താവ് എന്നോട് പറയുന്നതാണ്, ഞാൻ സൃഷ്ടിച്ച ഒരു വ്യക്തി, ഞാൻ എൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച ഒരാളെ കാണുമ്പോൾ നീ കൊള്ളത്തില്ല, അല്ല അയാളെ കാണാൻ മോശമാണെന്ന് പറയുമ്പോൾ നീ എന്നോട് പറയുവാണ്, കർത്താവേ നിൻ്റെ സൃഷ്ടി കൊള്ളത്തില്ല, നീ സൃഷ്ടിച്ചതിന് ഭംഗിയില്ല എന്ന് പറയുവാണ്. അത് ശരിയാണോ? എക്സാക്ട് വേർഡ്സ് ഞാനിപ്പോൾ അങ്ങോട്ട് എക്സാക്ട്ലി ഓർക്കുന്നില്ല, പക്ഷെ വളരെ ഒരു ഭയങ്കര വഴക്കായിട്ടൊന്നുമല്ല, ഭയങ്കര റൂഡായിട്ടൊന്നുമല്ല, പക്ഷെ ദൈവത്തിനെ ശകാരിക്കുമ്പോൾ നമുക്കൊരു അറിയാമല്ലോ, ആ ഒരു രീതിയിൽ വളരെ സ്ട്രിക്റ്റായിട്ട് ഞാൻ പറയും, സ്ട്രിക്റ്റായിട്ട് ഈശോ അങ്ങ് ചോദിക്കുവാണ്. അപ്പോൾ സത്യമായിട്ടും ഞാൻ അപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം ആലോചിക്കുന്നത്, അത് തെറ്റാണെന്ന് കർത്താവിനോട് കൃത്യമായിട്ട് പറഞ്ഞു.